ഹലോ, വെൽക്കം ബാക്ക്. ശ്രീർഷിയുടെ സൈക്കോളജി സെഗ്മെന്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേസിനെ പറ്റിയാണ്. സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കേസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഈ കേസ് വളരെയധികം ബ്രൂട്ടലും കോൾഡ് ബ്ലഡഡും അതുപോലെ നമ്മുടെ മനുഷ്യത്വത്തിന് നിരക്കാത്തത് എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസായിട്ട് നമ്മുടെ കേരള പോലീസ് അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ വളരെ നോട്ട് ഡൗൺ ചെയ്യപ്പെട്ട ഒരു കേസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആൻഡ് അതിന് പിന്നിലുണ്ടായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഒരുപാട് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ സൈക്കോ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് കാണുക. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നന്ദൻകോട് കൊലക്കേസിനെ പറ്റിയാണ്. 5 കൊലപാതകങ്ങൾ എന്ന് വരുത്തി തീർത്ത് സ്വന്തം അച്ഛനെയും അമ്മയെയും അതേപോലെ സിസ്റ്ററിനെയും കൂടെ ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽപ്പിങ്ങിനായിട്ട് വന്നു നിന്ന ആൻറ്റിയെയും 70 വയസ്സിലെ പ്രായം കൂടുതലുള്ള ആൻറ്റിയെയും കൊലപ്പെടുത്തി, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡമ്മി ഉണ്ടാക്കി താനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ച ഒരു കൊലയാളിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നന്ദൻകോട് കൊലക്കേസ്. എന്താണ് നന്ദൻകോട് സംഭവിച്ചത്? ഒരുപാട് ന്യൂസും അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ തന്നെ ഒരുപാട് നമുക്ക് വീഡിയോസ് വരുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് നന്ദൻകോട് കൊലക്കേസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഹ്യൂമാനിറ്റിക്ക് നിരക്കാത്തതായിട്ട് സംഭവിച്ച ഒരു കേസ് കേരള പോലീസിന്റെ ഫ്രണ്ടിൽ അധികമില്ലെന്നേ പറയാൻ പറ്റില്ല. ഇല്ല, കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അധികമില്ല. കാരണം 2017 ഏപ്രിൽ 5-ാം തീയതി കേതൽ ജിൻസൺ രാജ എന്ന് പറയുന്ന യുവാവ്, 29 വയസ്സ് മാത്രം പ്രായം വരുന്ന യുവാവ് ചെയ്ത അരുംകൊലകൾ 5 അരുംകൊലകളായി കാണിച്ച് 4 കൊലകൾ നടത്തി ഇവിടുന്ന് ചെന്നൈക്ക് രക്ഷപ്പെട്ട കേതൽ ജിൻസൺ രാജയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ ആരാണ് കേതൽ ജിൻസൺ രാജ? ആ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം തരാം. ഓക്കെ. സോ കേതൽ ജിൻസൺ രാജ എന്ന് പറയുന്നത് ഒരു പ്രൊഫസറിന്റെയും അതുപോലെ തന്നെ ഒരു ഡോക്ടറിന്റെയും മകനാണ്. അതുപോലെ പുള്ളി പഠിക്കാൻ ചെറുതിലേ മുതലേ മോശമായിരുന്നു. എന്നാൽ അമ്മ ഒരു ഡോക്ടർ ആയതിനാൽ മകനെയും ഒരു ഡോക്ടറായി കാണണം എന്നുള്ള എക്സ്പെക്ടേഷൻ കാരണം പുള്ളിയുടെ അമ്മ പുള്ളിയെ യുക്രൈനിലോട്ട് 2 തവണ മെഡിസിൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് MBBS പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഈ 2 തവണയും കേതൽ ജിൻസൺ രാജയ്ക്ക് ആ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ തിരിച്ച് കോഴ്സ് ഹാഫ് വേ കട്ട് ഓഫ് ചെയ്ത് വീട്ടിൽ വരികയാണ് ചെയ്തത്. ഈ 2 തവണയും ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം സ്വന്തം പാഷൻ കമ്പ്യൂട്ടർ ഫീൽഡിലാണ് എന്ന് മനസ്സിലാക്കി കേതൽ ജിൻസൺ രാജ ഓസ്ട്രേലിയയിലെ AI ആൻഡ് ഗെയിമിംഗ് ഡെവലപ്മെന്റ് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ പോകുന്നതിനും ഈ പറഞ്ഞ മെഡിസിൻ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്തതിനും ഒക്കെ വീട്ടിൽ നിന്ന് വളരെയധികം സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ഒരു ക്യാരക്ടറാണ് ഈ കേതൽ ജിൻസൺ രാജ എന്ന് പറയുന്നത്. മാനസികമായി കേതൽ ജിൻസൺ രാജയുടെ എൻവയോൺമെന്റ് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഷോർട്ട് നോട്ടീസിൽ ഞാൻ പറയാവുന്നതാണ്. അപ്പൊ കഥ തുടരട്ടെ അല്ലെ. എന്താണ് സംഭവിച്ചത്? പുള്ളിയെ ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞു വിടുന്നു. ഓസ്ട്രേലിയയിലെ പഠിത്തവും പുള്ളി പഠിക്കാൻ അത്ര നല്ല ഒരു വിദ്യാർത്ഥി ആയിരുന്നില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെ പുള്ളി ആ ഒരു കോഴ്സും ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. സോ ഈ ഒരു 29 വയസ്സിനിടയിൽ 3 കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് നേരിട്ടതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് അതിഭയങ്കരമായിട്ടുള്ള ഹരാസിങ്ങും അതുപോലെ തന്നെ അപമാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് ഈ കേതൽ ജിൻസൺ രാജ. പുള്ളിയുടെ സിസ്റ്റർ കുഞ്ഞു പെങ്ങള് കരലിൻ ചൈനയിൽ പോയി MBBS കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന സമയം കൂടിയായിരുന്നു അത്. അപ്പോ ഈ ഒരു ഓസ്ട്രേലിയയിൽ പോയിട്ട് വന്നതിന് ശേഷം പുള്ളിയുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. പുള്ളി കൂടുതലും
വീട്ടിൽ ആ റൂമിൽ മുകളിലത്തെ നിലയിലുള്ള രണ്ടാമത്തെ നിലയിലുള്ള ആ ഒരു റൂമിൽ അടച്ചിരിക്കുകയും അതുപോലെ തന്നെ വെളിയിലോട്ട് ഇറങ്ങാതാവുക, ഇന്ററാക്ഷൻ ഒരുപാട് കുറയുക, ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാരോടാണെങ്കിലും ഒന്നും ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ ആവുക, സുഹൃത്തുക്കളൊന്നും ഇല്ലാണ്ട് ഇരിക്കുക തുടങ്ങിയ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചു തുടങ്ങുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ അച്ഛൻ രാജാതങ്കം, പ്രൊഫസർ രാജാതങ്കം പുള്ളിയുടെ റൂമിലേക്ക് ഒരു തവണ കയറി ചെല്ലുകയും ആ ഒരു റൂമിൽ കേതൽ ജിൻസൺ രാജ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ രക്തവും മാംസവും ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോസ് പുള്ളി കാണുകയും അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് താൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിമിന് വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് അത് എന്ന് പറയുകയും അങ്ങനെ ചില സിറ്റുവേഷൻസ് വരികയും ഒക്കെ ചെയ്തിട്ടും സ്വന്തം മകനിൽ ഉടലെടുക്കുന്ന ആന്റി സോഷ്യൽ സൈക്കോട്ടിക് ബിഹേവിയറിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. സോ എന്താണ് സംഭവിച്ചത്? കേസ് ഇങ്ങനെയാണ് പോകുന്നത്. താൻ ഡെവലപ്പ് ചെയ്ത വീഡിയോ ഗെയിം കാണിക്കാൻ എന്ന വ്യാജേന അമ്മയെ സെക്കൻഡ് ഫ്ലോറിൽ, അതായത് തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു മഴു, ആമസോണിൽ നിന്ന് മേടിച്ച ഒരു മഴു ഉപയോഗിച്ച് അവരുടെ സ്കള്ള് വെട്ടി തുറന്ന് അവരെ കൊന്ന് ബാത്റൂമിലേക്ക് തള്ളുകയാണ് കേതൽ ജിൻസൺ രാജ ചെയ്തത്. അതിനുശേഷം അച്ഛന്റെ ഊഴമാണ് അടുത്തത് എന്ന് പറഞ്ഞ് താഴെ കഴിച്ചുകൊണ്ടിരുന്ന അമ്മയെ ആദ്യം വിളിച്ചു വരുത്തി, പിന്നെ കൊന്നു. അതുപോലെ തന്നെ അച്ഛനെ അടുത്ത് വിളിച്ചു വരുത്തി, അതുപോലെ ഈ സെയിം രീതിയിൽ വീഡിയോ ഗെയിം കാണിക്കുന്നു എന്നുള്ള വ്യാജേന കൊണ്ടിരുത്തി കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം തൻ്റെ ഒരു സുഹൃത്ത് ജോർജ് വിളിക്കുന്നു എന്നും പറഞ്ഞ് കുഞ്ഞു പെങ്ങൾ കരോലിനയെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും അതുപോലെ ഈ വീഡിയോ ഗെയിം കാണിക്കുക എന്നുള്ള വ്യാജേന ആ ഒരു പെങ്ങളെയും കൊല്ലുകയാണ് കേതൽ ജിൻസൺ രാജ ചെയ്തത്. ഇതിനുശേഷം ഈ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബന്ധു ലളിത, അവരെ 70 വയസ്സാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ 70 വയസ്സുള്ള ലളിതയുടെ കയ്യിൽ നിന്ന് ഒരാഴ്ച മുന്നേ ഈ പറഞ്ഞ പ്രതി ഒരു 1 lakh rupees അടുപ്പിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ ഗെയിമിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് മേടിച്ചത്. ഡെവലപ്പിങ്ങിന്റെ ഭാഗമായിട്ട് തനിക്ക് വേണം എന്ന് പറഞ്ഞ് മേടിച്ചിരുന്നു. എന്നിട്ട് ഇവരെയും ഈ 2 ദിവസത്തിനിടയിൽ തൻ്റെ ഒരു ബന്ധു വിളിക്കുന്നു എന്നുള്ള വ്യാജേന മുറിയിലേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ബാക്കി 3 പേരുടെയും ശരീരങ്ങൾ, അമ്മയുടെയും അച്ഛന്റെയും കുഞ്ഞു പെങ്ങളുടെയും ശരീരങ്ങൾ കത്തിക്കരിക്കുകയും ആ ഒരു തുടർ അന്വേഷണത്തിൽ തെളിഞ്ഞത് 31 പൊള്ളൽ പാടുകളാണ് പുള്ളിക്കാരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രതിക്ക് ആരോടും റെസ്പോണ്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു രീതിയിലാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പുള്ളിയെ കണ്ടെത്തിയത്. കാരണം ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്ന DYSP പുള്ളിക്കാരത്തി ഈ പറഞ്ഞ പ്രതിയോട് എന്താണ് ഒരു 5 പുഷ്പങ്ങളുടെ പേര് പറയാൻ പറഞ്ഞപ്പോഴൊക്കെ ഈ പറഞ്ഞ പ്രതിക്ക് ഒരു കാരണവശാലും അതിന്റെ ആ ഒരു 5 പൂവുകളുടെ പേര് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഡിസ്റ്റോർട്ടഡ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ പേര് ചോദിക്കുമ്പോഴൊന്നും പുള്ളിക്ക് അമ്മ എന്താണ് വീട്ടിലുണ്ടാക്കുന്നത് അറിഞ്ഞൂടെങ്കിൽ കൂടി സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന അത് ലൈക്ക് ബർഗർ അല്ലെങ്കിൽ ചിക്കൻ 65 പോലുള്ള സാധനങ്ങളെ പറ്റി ആണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ കുടുംബത്തിനോട് തീരെ ഒരു കോണ്ടാക്ട് ഇല്ലാതെ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ച് മാത്രം ജീവിച്ചിരുന്ന കേതൽ ജിൻസൺ രാജയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെയധികം പേടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അതായത് പെട്രോൾ മേടിച്ചുകൊണ്ട് വന്ന് ഈ പുള്ളി തൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ, അതായത് ഓൾമോസ്റ്റ് 3 ഫാമിലി മെമ്പേഴ്സിനെ കത്തിക്കരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി 5 പേർക്കുള്ള പാർസലും മേടിച്ചുകൊണ്ടാണ് പുള്ളി വീട്ടിലേക്ക് വരുന്നത്. അതുപോലെ ഇടയ്ക്ക് വെച്ച് അന്വേഷിക്കാൻ ചെന്ന ജോലിക്കാരി, അതുപോലെ അമ്മാവനെയൊക്കെ കൊല്ലാനുള്ള ശ്രമങ്ങളും ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അമ്മാവൻ എന്ന് പറയുന്നത് ഒരു 4 സെന്റ് സ്ഥലം ഈ പറഞ്ഞ പ്രതിയുടെ അമ്മയ്ക്ക് എഴുതി കൊടുത്തിട്ട് 50,000 രൂപ വെച്ച് മാസം നൽകേണ്ട ഒരു അങ്ങനെ ഒരു കരാറിലാണ് എഴുതി നൽകിയത്. പക്ഷെ അമ്മ ആ ഒരു മാസത്തിൽ തന്നെ മരണമടയുകയും കാരണം കൊല്ലപ്പെടുകയും അതുപോലെ അത് കാരണം തന്നെ ഇയാൾക്ക് ഒന്നും കിട്ടാതാവുകയും ചെയ്യുകയും ഈ പറഞ്ഞ പ്രതിയുടെ അമ്മാവൻ
പ്രതിയെ കാണാനായി ജയിലിൽ പോയിട്ട് ഇത് തിരിച്ചെഴുതി നൽകണമെന്ന് പറയുമ്പോഴും ആ ഒരു അപേക്ഷയെ തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു പ്രതി പെരുമാറിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇതിന് പിന്നിലെ ഇതാണ് ശരിക്കുള്ള കഥ. ഇതിന് പിന്നിലെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. NPD നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉടമയായിരുന്നു കേതൽ ജിൻസൺ രാജയുടെ അമ്മ എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. കാരണം അവർ ഡോക്ടർ ആയതിനാൽ അവരുടെ മകനിലേക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ പ്രൊജക്ട് ചെയ്യുകയും അവനത് ആവാൻ പറ്റാതിരുന്നപ്പോൾ അവൻ്റെ കുഞ്ഞു പെങ്ങൾ ചൈനയിൽ പോയി MBBS ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വന്ന് ഹയർ സ്റ്റഡീസിന് പോവും എന്നുള്ള ആ ഒരു അവസ്ഥയായിരുന്നു ഈ കൊലകൾ നടക്കുന്ന സമയം. അപ്പോൾ അച്ഛനും അമ്മയും തന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു, അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് കേതൽ ജിൻസൺ രാജ തിരിച്ചു വരുന്നത്. 3 കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ആയപ്പോഴത്തേക്കും മുടക്കിയ കാശിന്റെ കണക്ക്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളാൽ വന്ന ഒരു ആക്ഷേപിക്കൽ ഒക്കെ കേതൽ ജിൻസൺ രാജ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. കേതലിന്റെ ഒരു വാക്കുകളിൽ നിന്ന് അച്ഛൻ തന്നെ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു, മദ്യപിച്ച് വന്നതിന് ശേഷം ഒരുപാട് ശാരീരികമായി ദ്രോഹിക്കുമായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ് വെച്ച് പറയുന്നത്. ഈ പറഞ്ഞ മെയ് 2025 കേതൽ ജിൻസൺ രാജയ്ക്ക് ഉള്ള വിധി വന്നിട്ടുള്ളത്. 14 വർഷം വെച്ച്, അതായത് ജീവപര്യന്തം തടവ് 4 തവണയും അതുപോലെ 12 വർഷം എക്സ്ട്രാ തെളിവ് നശിപ്പിക്കുക, വീട് കത്തിക്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കായി അധികം 12 വർഷവും കൂടിയാണ് കേതൽ ജിൻസൺ രാജയ്ക്ക് കൊടുത്തിരിക്കുന്ന തടവ് ശിക്ഷ. അതുപോലെ 15 ലക്ഷം രൂപ പിഴയായി നൽകിയിട്ടുണ്ട്. ഈ 15 ലക്ഷം രൂപ കേതൽ ജിൻസൺ രാജയുടെ അമ്മാവനായിട്ടുള്ള ആ പുള്ളിക്കാണ്, അദ്ദേഹത്തിനാണ് നമ്മളുടെ കോടതി പ്രകാരം കൊടുത്തേക്കുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് കാണാൻ കഴിയുന്ന, വളരെ എടുത്ത് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, ആദ്യത്തത് ഈ പറഞ്ഞ NPD ഡിസോർഡർ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ മൂലം, ഫാമിലിയിൽ നിന്ന് തനിക്ക് കേൾക്കുന്ന ആക്ഷേപവും റിജക്ഷനും മൂലം അടച്ചിരിക്കുകയും അച്ഛനോടുണ്ടായ വെറുപ്പ് പ്രൊജക്ട് ചെയ്യാനായി അവരെ കൊല്ലുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മകനെ പറ്റിയാണ് നമ്മളിപ്പോൾ കേട്ടത്. കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിനായ വേറൊരു കാര്യം. പിന്നെ കേതൽ ജിൻസൺ രാജയുടെ ഒരു എക്സ്പ്ലനേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ആ വീഡിയോ നമ്മൾ എന്താണ് കേതൽ ജിൻസൺ രാജ ഇതിനു വേണ്ടി തന്ന ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. കാരണം അടുത്ത വീഡിയോ കേതൽ ജിൻസൺ രാജ കൊടുത്ത എക്സ്പ്ലനേഷൻ, അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ആസ്ട്രൽ പ്രൊജക്ഷൻ, സേറ്റൻ സേവ അല്ലെങ്കിൽ സാറ്റനിസം എന്ന് നമ്മൾ പറയപ്പെടുന്ന ഡെവിൾ വർഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് അടുത്ത വീഡിയോ വരുന്നത്. എല്ലാവരും സ്റ്റേ ട്യൂൺ ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. ഒരു അരിംകൊല, അതായത് 4 പേരെ ബ്രൂട്ടലായി, അതും ഫാമിലി മെമ്പേഴ്സിനെ 4 പേരെ ബ്രൂട്ടലായി കൊന്ന ഒരു മനുഷ്യന്റെ എക്സ്പ്ലനേഷനിൽ വരുന്ന ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് എന്ന് സയന്റിഫിക്കലി, സ്പിരിച്വലി അതിന്റെ ബേസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ അതുവരെ താങ്ക് യു, ടാറ്റാ.